ஓம் நம சிவாய. சிவசிவா என்கிறார் தீவினையாளர், சிவசிவா என்றடா தீவினை மாலும், சிவசிவா என்றடா തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതിതാണ്. ഓം നമ ശിവായ. ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ പോകുന്നത്, രാവിലെ കുളി കഴിഞ്ഞ് ഈ ഒരു കാര്യം ചെയ്താൽ കുബേരനും മഹാലക്ഷ്മിയും നിങ്ങളുടെ വീട്ടിൽ വസിക്കും എന്ന് വെച്ചാൽ അതുപോലെ സമ്പത്തും ഐശ്വര്യവും വളരെ പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അത് ഉദ്ദേശിച്ചത്. കുബേരൻ ഏറ്റവും വലിയ ധനവാനാണ്. അപ്പോൾ മഹാലക്ഷ്മി സമ്പത്തിൻ്റെ ദേവതയാണ്. ഈ രണ്ട് ദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും, വീട്ടിൽ അവരുടെ അനുഗ്രഹം ഉണ്ടാകും. മാത്രമല്ല ശത്രുദോഷം പെട്ടെന്ന് മാറിക്കിട്ടും. നിങ്ങൾക്കെതിരെ വരുന്ന ഏതു തരം ദോഷങ്ങളാണേലും നെട്ടോട്ടമോടും, തിരിച്ചു വന്ന പോലെ തന്നെ തിരിച്ചു പായും. അങ്ങനെയുള്ള ശിവഭഗവാന്റെ അതീവ രഹസ്യമായ സാക്ഷാൽ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇത് ഏതൊരാൾക്കും ചെയ്യാം. ₹1 ചെലവില്ലാതെ രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യാവുന്ന കാര്യമാണ്. എവിടെ നിന്നും ചെയ്യാം, ആർക്കും ചെയ്യാം. ചെയ്തവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്യണം, ഭഗവാനെ പൂർണ്ണ വിശ്വസിച്ച് ചെയ്യണം എന്ന് മാത്രം. വിശ്വാസമില്ലാതെ ചെയ്താൽ, ശരിയായിട്ടല്ലാതെ ചെയ്ത ഒരു ഫലവും കിട്ടത്തില്ല. ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ സമ്പത്തും ഐശ്വര്യവും വലിയ വിജയങ്ങളും സകല ശത്രുദോഷങ്ങളും പെട്ടെന്ന് മാറി വലിയ ഉയർച്ചയിലേക്ക് വന്ന കാര്യമാണ്. ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ശരിയായിട്ട് ചെയ്തു നോക്കിയാൽ ആ ഒറ്റ കാര്യം മതി നിങ്ങളുടെ തലവര മാറാൻ. വലിയ സമ്പത്ത്, ഐശ്വര്യം, ശത്രു വിജയങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ ഈ ഒരൊറ്റ കാര്യം മതി. ശരിയായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. ഏതും ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ചെയ്തവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട്. എന്നാലാകുന്ന രീതിയിൽ പരമാവധി വിശദീകരിച്ചാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ ജോലി കിട്ടാൻ വേണ്ടി ഇപ്പം ഗൾഫിന് പോകാൻ ശ്രമിക്കുന്നു, അല്ലെ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, വളരെ തടസ്സങ്ങളാണെങ്കിൽ കൃത്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ പറയാൻ കാര്യം, ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ആ കാര്യം ചെയ്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വെറും 23 വയസ്സുള്ള ഒരു പയ്യന് നല്ല നിലയിൽ ഒരു ഗൾഫിൽ ജോലിയൊക്കെ കിട്ടി. ഒരുപാട് തടസ്സപ്പെട്ട് നിന്നാണ് പോയി. അപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത്തരം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഈ അടുത്ത ദിവസം നടന്നൊരു അനുഭവമാണ് പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താണ്, കൃത്യം പെട്ടെന്ന് ജീവിതത്തിൽ രക്ഷപ്പെടും. 23-ാമത്തെ വയസ്സിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ തന്നെ നല്ലൊരു വീട്, കുടുംബം, നല്ലൊരു ചുറ്റുപാടൊക്കെ ഉണ്ടാകാൻ പോയിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഏത് വയസ്സാണേലും ഈ കാര്യം ചെയ്താൽ എവിടെ ഏത് നിലയിൽ നിൽക്കുന്നോ അതിൽ നിന്നൊരു വലിയ ഉയർച്ച ഉണ്ടാകാൻ ഉപകരിക്കും. പിന്നെ എത്ര പ്രശ്നമുള്ളവരുടെയും സ്വഭാവം മാറ്റുന്ന ശിവൻ്റെ ചില കാര്യങ്ങൾ, അതുപോലെ ഭാര്യ ഭർത്തൃ ഐക്യം ഉണ്ടാക്കുന്ന ശിവൻ്റെ ചില കാര്യങ്ങൾ, അതുപോലെ ചില വണ്ടിയുടെ നമ്പറുണ്ട്, ആ നമ്പറിൽ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതിന് വേണ്ട പരിഹാരങ്ങൾ, അതുപോലെ കിട്ടാക്കടം കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തിട്ട് കിട്ടിയവരാണ്. പലർക്കും അത് കിട്ടാക്കടം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരാൾക്കും പ്രയോജനം ചെയ്യാവുന്ന കാര്യമാണ്. ആരോടും ഒന്നും ചോദിക്കേണ്ട. നിങ്ങൾക്ക് കണ്ട് ചെയ്താൽ ചെയ്തവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും ഫലം ഉണ്ടാകും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഉപകരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ആർക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. അപ്പം അത് വിശദമായിട്ട് കാണുക, ശരിയായിട്ട് മനസ്സിലാക്കുക, ശരിയായിട്ട് ചെയ്യുക. അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തതിൻ്റെ കാര്യം, വാട്സപ്പിലുള്ള വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാട്സപ്പിലുള്ളത് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സാഹചര്യം ആണ് പറഞ്ഞത്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ ആ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ക്രിയാകുണ്ടലിനെ പ്രാണായാമം സ്വീകരിച്ചതാണ്. അപ്പോൾ എനിക്ക് യോഗാ പദ്ധതികളുണ്ട്, പ്രാണായാമ രീതികളുണ്ട്, ഉപാസനയുണ്ട്. അതൊക്കെ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തത്. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില, ഇതാണ് വിശകലനം ചെയ്യുന്നത്.
കുറച്ച് വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫ്രീ ആകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് റിപ്ലൈ തരും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാൻ, ചെയ്യാതിരിക്കുക. അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ, ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം ഒരുപാട് ജീവിതം മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. 10 വർഷത്തിലേറെ 10,000-ലേറെ കൈരേഖകൾ, ഗ്രഹനിലകൾ, അതുപോലെ എൻ്റെ വീഡിയോകൾ 1000-ലേറെ വീഡിയോകൾ, ഇതെല്ലാം ഓരോ അനുഭവങ്ങൾ, ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ 10 വർഷത്തെ അനുഭവങ്ങളാണ്. അതൊക്കെ ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. എല്ലാ ദിവസവും വൈകുന്ന പാട് രാത്രി 8 മണിയോടുകൂടി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. അതായത് 8-നും 8:15 ഇടയ്ക്ക്, മിക്കവാറും 8:10, 8:05 ആ സമയത്തിനൊക്കെ ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളൊരു ചാനലിൽ കയറി കാണുക. ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് മുഴുവൻ. ഞാൻ ശിവവിദ്യ ഫോളോ ചെയ്യുന്ന ആളാണ്. എൻ്റെ വഴി ശിവഭഗവാൻ തന്നെയാണ്. അപ്പോൾ എല്ലാം ഭഗവാന്റെ പാദത്തിൽ തന്നെ സ്മരിച്ചുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്നും ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ കിട്ടുകയില്ല. അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ചെയ്തു നോക്കുക. ശരിയായിട്ട് ചെയ്തു നോക്കിയാൽ അത് മതി ജീവിതം മാറാൻ. അപ്പോൾ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശിവോഹം. ഇപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, അതായത് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് ഈറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിമുറ എന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു വന്ന് ഈ പറയുന്ന ഒരു മന്ത്രം ഈ പറയുന്ന രീതിയിൽ ഉരുവിടണം. ഇതാരും പറഞ്ഞു തരത്തില്ല. എനിക്ക് ഒരുപാട് സന്യാസിവര്യന്മാരിൽ നിന്നും ആ ഒരു അനുഗ്രഹത്താൽ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. വേറെ ഒരിടത്തും നിങ്ങൾക്കിത് കിട്ടത്തില്ല. അപ്പം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈറനോടെ കുളി കഴിഞ്ഞ് തല തോർന്നതിന് തൊട്ട് മുമ്പ് ഈറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിമുറി എന്നുകൊണ്ട് കണ്ണു തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിലുള്ള ശിവലിംഗമല്ല, കറുത്ത രൂപത്തിലുള്ള ശിവഭഗവാനെ ധ്യാനിക്കണം. ധ്യാനിച്ച ശേഷം കണ്ണു തുറന്നുകൊണ്ടാണ് ഈ മന്ത്രം നിങ്ങൾ മനസ്സിൽ ജപിക്കുക. ആദ്യം വാ കൊണ്ട് ഉച്ചരിച്ച് ഒരു തവണ ജപിക്കുക. നമ ശിവായ ക്ലീം. ക്ലീം നീട്ടണം. അത് ഒരു 3 തവണയാണ് ഏറ്റവും നല്ലത്. നമ ശിവായ ക്ലീം, നമ ശിവായ ക്ലീം, നമ ശിവായ ക്ലീം. കൈകൾ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ വയ്ക്കുക. വിരലുകൾ ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. നമ ശിവായ ക്ലീം 3 തവണ വാ കൊണ്ട് ഉച്ചരിക്കുക. അതിനുശേഷം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ 3 തവണ വാ കൊണ്ട് ഉച്ചരിക്കുക. ഇതിൻ്റെ അകത്ത് ഹായ ഹ്രീമ കാ ജപിക്കരുത് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. ഇത് 3 തവണ ഉച്ചരിച്ച ശേഷം കണ്ണ് തുറന്ന് തന്നെ ആ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ശിവഭഗവാനെ ഒന്നുകൂടി ധ്യാനിച്ച് മനസ്സിൽ നമ ശിവായ ക്ലീം എന്ന് 3 തവണ ജപിക്കുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം. ഇതിന് അധികം സമയമൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ ഞാൻ വിശദമായിട്ട് പറഞ്ഞെങ്കിലും ഒരു 2, 3, 4 സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. ഈ ദിവസവും രാവിലെ ചെയ്യുക. ഇനി ഫ്രീ ആയിട്ട് ഇത് കഴിഞ്ഞ് നിങ്ങൾ എവിടെ ഇരുന്നാലും ഫ്രീ ആയിട്ടിരിക്കുമ്പം ജസ്റ്റ് വടക്കോട്ടൊന്ന് തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിലുള്ള ശിവനെ ധ്യാനിച്ച് കണ്ണു തുറന്ന് മനസ്സിൽ നമ ശിവായ ക്ലീം എന്ന് ജപിച്ച് അല്പനേരം ഭഗവാനിൽ മനസ്സുകൊണ്ടൊന്ന് ലയിക്കുക. ഇതൊരു 1/2 മിനിറ്റ് ചെയ്താൽ മതി. അധികം നേരം ചെയ്യരുത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആവർത്തിക്കുക. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ശിവഭഗവാൻ നൽകും. ചെയ്തു നോക്കിക്കൂ. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുളിച്ചീറനോടെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു. സ്ഥലവും വീടും വിറ്റവരുണ്ട്, പ്രമോഷൻ കിട്ടിയവരുണ്ട്, കിട്ടാക്കടം കിട്ടിയവരുണ്ട്, കാണാതെ പോയ പല വസ്തുക്കളും
ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റുകൾ കിട്ടിയവരുണ്ട്, വലിയ വലിയ സാമ്പത്തിക ഉയർച്ചയിൽ എത്തിയവരുണ്ട്. ഇതൊക്കെ ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല പല അനുഭവങ്ങൾ. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ അപാരമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത്, വലിയ ഐശ്വര്യം, മാത്രമല്ല ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളും ആയിക്കോട്ടെ. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന സമയദോഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വന്ന വഴിയെ തിരിച്ചു പായും. എവിടുന്ന് വന്നാലും നമ്മളെ അത് പ്രശ്നമല്ല, എത്ര ശക്തമാണേലും. കാരണം ശിവൻ്റെ ഈ വിദ്യയ്ക്ക് അപ്പുറത്തൊന്നുമില്ല. ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ ഇത് അൾട്ടിമേറ്റായിട്ടുള്ള, ഇത് സെനത്തായിട്ടുള്ള, ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യയാണ്. അതിനപ്പുറവും ഇപ്പുറവും ഇല്ല. അത് ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലെ കറുത്ത രൂപത്തിലാണ് ധ്യാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കറുത്ത ആ രൂപത്തിൽ ധ്യാനിക്കുമ്പോൾ അൾട്ടിമേറ്റായിട്ടുള്ള ധ്യാനമാണത്. കാരണം ഒരു വസ്തുവിൻ്റെ ഉള്ളിലെ ആ ഡാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ആഴത്തിലുള്ള ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് പരമമായ ശക്തിയാണ്. ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നതിന് അപ്പുറത്തൊരു വിദ്യയില്ല. ഇത് അൾട്ടിമേറ്റാണ്. അപ്പം ഇത് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് തല ഓർത്തതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചെയ്യുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും പിന്നീട് ആ ദിവസം തന്നെ പലതവണ ആ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഇത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കാര്യമാണ്. ഇനി ഈറനോടെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ രഹസ്യം, നമ്മൾ ജലാംശത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉണർവ് കിട്ടും, ജലം നമ്മുടെ ശരീരത്ത് ഉള്ളപ്പോൾ. അപ്പം നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരാൻ ഉപകരിക്കും. അതായത് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഉണ്ടാകും. പാസ്റ്റും ഫ്യൂച്ചറിലേന്നും മനസ്സ് കട്ടായി പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ നിമിഷത്തിൽ മനസ്സ് വരും. അതുകൊണ്ട് ആണ് ആ പ്രാർത്ഥനകളിൽ പെട്ടെന്ന് ബലം കാണുന്നത്. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. നമ്മൾ കുളിച്ചീറനോടെ ചെയ്യുന്ന ഏത് പ്രാർത്ഥനകളും ബലം കാണും. അതാണ് അതിൻ്റെ രഹസ്യം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ മണിയടിക്കാറുണ്ട് അല്ലേ? ഈ മണിയടി ശബ്ദത്തിൻ്റെ ഒരു വശം മനസ്സ് ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. നമ്മളുടെ പാസ്റ്റും ഫ്യൂച്ചറും കട്ടാവും. ആ പ്രസൻറ്റ് മൊമെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ ബലം കാണുന്നത്. ആ അവയർനെസ് ഉണ്ടാകുന്നത് ആ നിമിഷത്തിലേക്ക് വരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് കുളിച്ചിറനോടെ ചെയ്യുന്ന പ്രാർത്ഥനയുടെ രഹസ്യവും. ഞാനതാ പറഞ്ഞത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരും നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരികയില്ല. ഞാൻ നാരായണൻ്റെ രഹസ്യവിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഋഷിമാർ ചെയ്യുന്നതാണ്. സാധാരണക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഋഷിമാർ പറഞ്ഞിട്ടുള്ളതാണ്. ശിവവിദ്യ, അഗസ്ത്യരുടെ താളിയോല മന്ത്രം, അതുപോലെ തന്നെ ശിവൻ്റെ ഒരുപാട് രഹസ്യവിദ്യകൾ, മുരുകൻ്റെ രഹസ്യവിദ്യകൾ ഒന്നും ആരും പറയത്തില്ല. നിങ്ങൾ വേണം ചെയ്ത് നോക്കിയോ. ഇതേണ്ട ഈ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനിലാണ് യഥാർത്ഥ ആജ്ഞാചക്രം. അത് പോട്ടെ, അറിവിന് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഇതാണ്ട് ഈ നിങ്ങളുടെ ഇവിടെ നെറ്റിക്കുള്ളിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് അല്ലെങ്കിൽ ഒരു ആജ്ഞാചക്രം ഒന്ന് സങ്കല്പിച്ച് അവിടുന്ന് മുകളിലോട്ട് മുരുക എന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വാഗൊണ്ടൊന്ന് വിളിച്ചു നോക്കി. നിങ്ങളുടെ ഈ ആജ്ഞാചക്രത്തിന് മുകളിലേക്കുള്ള ചക്രാസെല്ലാം ആക്റ്റീവ് ആകും. പരമമായ വിദ്യയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇത് എവിടെ നോക്കി ഒരിടത്തും ആരും പറഞ്ഞു തരത്തില്ല. എങ്ങനെ വേണമെങ്കിലും നോക്കൂ. ഞാനത് പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ സൂക്ഷ്മമായ വിദ്യകളാണ്, അതിസൂക്ഷ്മമായ വിദ്യകളാണ്. വാഗൊണ്ട് ഉച്ചരിക്കണം മുരുക. അപ്പം നമ്മുടെ ഈ ആജ്ഞയ്ക്ക് മുകളിലോട്ടുള്ള ആ ഭാഗത്ത് ശ്രദ്ധിച്ച് നമ്മുടെ ഇവിടെ ഒരു കമ്പനം ഉണ്ടാകും. അത് നമ്മളെ മനസ്സ് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൃത്യം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു നിയന്ത്രണം, നിങ്ങൾക്ക് ഭഗവാന്റെ മുരുകൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായി വരും. ഇതൊക്കെ ആ ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഭദ്രകാളിയുടെ രഹസ്യവിദ്യകൾ, എത്ര വിദ്യകൾ ഒക്കെ ആവശ്യമുള്ളൊരു പുറകോട്ട് വീഡിയോ പോയി കാണുക. ഇനി പറഞ്ഞു തരുന്ന കാര്യം, ഈ പല കാര്യങ്ങൾ ചെയ്തിട്ടും ജോലി തടസ്സം, ഭയങ്കരമായ ജോലി തടസ്സം. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല 23 വയസ്സുള്ള ഒരു പയ്യനെ ഈടെ പോയി ഗൾഫിലൊക്കെ പോയി അവർ രക്ഷപ്പെട്ടു. ഒരുപാട് തടസ്സമായിട്ട് നിന്നാണ്. അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം മാറിയ കാര്യമാണ്. ഈ അടുത്ത ഇടയ്ക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഇവരൊക്കെ സാധാരണക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, ശരിയായിട്ട് ചെയ്ത് നോക്കുക. ഏതും അതിൻ്റെ രീതി ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ടോ കേട്ടുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് ആ ദേവതയിൽ വരണം, അപ്പോഴേ ബലം കിട്ടത്തുള്ളൂ. അപ്പം ജോലി തടസ്സം മാറാൻ വേണ്ടി വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ രാവിലെ 6-നും 6:15 ഇടയിൽ കൃത്യം ടൈം പോയിൻ്റ് ഔട്ട് ചെയ്താണ് പറയുന്നത്. ആ സമയത്തിന് തന്നെ പ്രാധാന്യം. ആ സമയം ഉദയത്തിനോടനുബന്ധിച്ച സമയമാണ്, ഉണർവിൻ്റെ സമയം തന്നെയാണ്. ഉദയത്തിന് തൊട്ട് മുമ്പും ഉദയം കഴിഞ്ഞ സമയവും ഉദയത്തിന് തൊട്ട് മുമ്പും ഉള്ള സമയമാണ്. ഉദയം കഴിഞ്ഞതല്ല,
അപ്പോൾ ശരാശരി 6:30-ക്കായിരിക്കും മിക്കവാറും ഉദയം വരുന്നത്. 6:15 എന്ന് പറയുമ്പോൾ ഉദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. ഇപ്പോൾ ഈ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും. ഞാനൊരു ഏകദേശം പറഞ്ഞ ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഒരു കാര്യം ചെയ്താൽ ആ ഒരു ഉണർവ് നിങ്ങളുടെ ബോധത്തിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. അല്ല, ഓരോ കാര്യത്തിനും ഓരോ കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഫലം ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു വാഴയ്ക്കാണേലും ചോട്ടിക്കൊണ്ട് ഏറ്റവും നല്ല വളവിട്ട വാഴ അളിഞ്ഞു പോകും. വളവിട്ടെന്ന് പറഞ്ഞിട്ട് നല്ല വളവിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ചുറ്റും വൃത്താകൃതിയിൽ അല്പം മാറി വളവിടുവാണെങ്കിൽ അത് നല്ല കരുത്തായിട്ട് വരും. ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഏത് കാര്യം അതുപോലെ അറിയാം, നമുക്ക് പല കാര്യങ്ങളും അറിയാം, അത് തന്നെയാണ് പ്രശ്നം. പക്ഷേ ശരിയായിട്ട് ചെയ്യേണ്ട കാര്യം അറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് സിമ്പിളായിരിക്കും, പക്ഷെ അതറിയുന്നതല്ല കാര്യം. അപ്പം വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ രാവിലെ 6-നും 6:15-നും ഇടയിൽ ഉദയത്തിന് തൊട്ട് മുമ്പുള്ള സമയം. ശരാശരി ഉദയം 6:30 ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സമയം. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചെയ്താൽ മതി. എന്തായാലും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉദയം മാറിയാലും കുഴപ്പമൊന്നുമില്ല. 6-നും 6:15-നും ഇടയ്ക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും ഇത് മാത്രം ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട. ഇത് നടക്കി പ്രാർത്ഥിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അത്രയേ ഉള്ളൂ. ചിന്തിച്ചാൽ അതുകൊണ്ട് ബലം കിട്ടണമെന്നില്ല. വെക്കുക, മറക്കുക, അതാണ് അതിൻ്റെ രഹസ്യം. വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി മാത്രം ഭദ്രകാളിക്ക് രാവിലെ 6-നും 6:30-ക്കും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ആവർത്തിച്ചവരൊക്കെ നല്ല ഉയർച്ച വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. വഴിപാട് വെക്കുമ്പം പ്രാർത്ഥിക്കണം, വെച്ച് കഴിഞ്ഞ് മറന്നേക്കണം. അത് ചെയ്തു നോക്കുക. ചെയ്തവർക്ക് ബലം ഉണ്ടായ കാര്യമാണ്, അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ബലം ഉണ്ടാകും. ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ശിവോഹം. ഇനിയും പറയുന്നത്, എത്ര സ്വഭാവം മോശമുള്ള ആളുകൾ, ഈ സ്വഭാവം മോശമുള്ളവരൊന്നും എഴുതി തള്ളരുത്. കാരണം എന്താണെന്നറിയാം, അവരൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചില സ്വഭാവ മോശമായ രീതിയിൽ വന്നായിരിക്കും. പക്ഷെ അവരാരും മോശക്കാരാണെന്ന് ഒരിക്കലും വിചാരിക്കുന്നത്. അവർ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും മിടുക്കന്മാർ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം അവർ നല്ല രീതിയിൽ വന്നാൽ അവരാണ് ഏറ്റവും മിടുക്കന്മാർ. കാരണം തെറ്റു ചെയ്ത ഒരാൾ ശരിയാക്കുമ്പോഴാണ് അയാളാണ് ഏറ്റവും വലിയ ശരിയാകുന്നത്. അപ്പം സ്വഭാവം ഒരു മകനെ മോശം കൂട്ടുകെട്ടുകളിൽ പോകുന്നു, അല്ലെ ഭർത്താവ് മദ്യപാന ലഹരി ഒക്കെ മോശമാണ് എന്ന് കരുതി നമ്മൾ അവരെ തള്ളിക്കളയരുത്. അതിന് ചില കാര്യങ്ങൾ ചെയ്താൽ അവർ മാറും. നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ആരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല, സമയം വേസ്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പം ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്ത് ബലം കിട്ടിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലേ ചെയ്യണ്ട. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞിട്ട് ചെയ്ത് മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതായത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. വൈകുന്ന പാട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആരാണോ മാറേണ്ടത് സ്വഭാവം, അവരുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചന, കൂവളത്തിലെ അർച്ചന. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് വലിയ കലഹവും പ്രശ്നവും മദ്യപാനവും വളരെ പ്രശ്നങ്ങളായിട്ട് സ്വിച്ചിട്ട പോലെ നിന്നു. ഏറ്റവും മര്യാദക്കാരനായി. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത്. കാരണം പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, അവർക്ക് പ്രയോജനം ചെയ്യും. ഏതൊരാൾക്കും പ്രയോജനം ചെയ്യും. കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. എല്ലാ വീട്ടിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകണം എന്ന് ശിവപാദത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു നല്ല ചിന്തയിലാണ് ഈ പറയുന്നത്. നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കിത് ആർക്കും പറഞ്ഞും കൊടുക്കുക. അവർക്ക് ജീവിതം മാറുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എല്ലാം ശിവഭഗവാന്റെ വൈഭവമാണ്. ഭഗവാന് നന്ദി പറയുന്നു. അപ്പം ഏത് ദിവസവും ചെയ്യാം. ആദ്യം തുടങ്ങേണ്ടത് വൈകുന്ന പാടാണ് ശിവക്ഷേത്രത്തിൽ. അതാണ് അതിൻ്റെ രഹസ്യം. വൈകുന്ന പാട്, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന. ആരാണോ നന്നാകേണ്ടത്, മര്യാദക്കാരനാകേണ്ടത്, അയാളുടെ പേര്. പിറ്റേ ദിവസം രാവിലെ ജലധാര, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന. അത് തിരുമേനിയോട് പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി. വെളുപ്പിനെ അവർ ചെയ്തോളും. അതേ നടക്കത്തുള്ളൂ. നമ്മൾ പോയിട്ട് ചെയ്ത് നടക്കത്തില്ല. വൈകുന്ന പാടും അത് പറഞ്ഞ് ഏൽപ്പിച്ചാലും മതി. കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന. പിറ്റേ ദിവസം രാവിലെ ജലധാര, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന. ഈ ഒരു ക്രമത്തിൽ, ഈ ഒരു രീതിയിൽ ഇത് തിരുമേനിയെ പറഞ്ഞ് ഏൽപ്പിച്ച് അവിടെ അല്ലെ ബുക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ തിരുമേനിയെ പറഞ്ഞ് ഏൽപ്പിച്ച് കൃത്യമായിട്ട് ഏൽപ്പിച്ചാലും മതി. അങ്ങനെ ചെയ്തവർക്കും ബലം ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് പോയി ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഒരു സമയവും സാഹചര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ചെയ്താലും ഏറ്റവും നല്ലതാണ്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചെയ്യണം, നല്ലതായിട്ട് ചെയ്യുന്നവരായിരിക്കണം. നല്ലതായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന തിരുമേനിയോടും പറയണം ഇങ്ങനെ ഒരു കാര്യമാണെന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന്. അപ്പോഴത് ബലം ഉണ്ടാകുന്നു. കൃത്യം ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് ചെയ്യുക. എത്ര സ്വഭാവം പ്രശ്നമുള്ളവനും സ്വിച്ചിട്ടാ നിൽക്കുന്ന പോലെ ആ പ്രശ്നങ്ങൾ മാറും. ഇതെനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. 1, 2, 3, 4 അനുഭവമൊന്നുമല്ല.
ആയിരക്കണക്കിന്, എത്രയോ ആളുകൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം. തിങ്കളാഴ്ച ദിവസം രാവിലെ ശിവഭഗവാൻ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു ഭസ്മാഭിഷേകം. അത് തലേദിവസം നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നിങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലതായിട്ട് ചെയ്യുന്ന ഒരു തിരുമേനി ആയിരിക്കണം. തിരുമേനിയോട് പറയണം, ഈ ഒരു സ്വഭാവം നല്ലതായിട്ട് മാറാൻ വേണ്ടിയാണെന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയണം. ആ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ട്, പറഞ്ഞാൽ മനസ്സിലാകും. അപ്പം ഭസ്മാഭിഷേകം, മൃത്യുഞ്ജയാർച്ചന മതി, കൂടുതലൊന്നും ചെയ്യേണ്ട. തിങ്കളാഴ്ച രാവിലെ ഇതൊന്നും ചെയ്ത് നോക്കുക. ആ വ്യക്തിയിൽ നല്ല മാറ്റം വരും. പിന്നെയും ഒരു പ്രശ്നമെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ 1 വീതം ഇത് ഇടയ്ക്കൊന്ന് ആവർത്തിച്ചാൽ നല്ലത്. എന്തോ തുടരണമല്ലോ, അപ്പോഴാണ് ബലം കൂടുതലുണ്ടാകുന്നത്. ഏത് വ്യക്തിയും എൻ്റെ അനുഭവം പറഞ്ഞ് മദ്യപാനമായിട്ട്, വഴക്കായിട്ട്, ബഹളമായിട്ട് ലോകം ആ ഏരിയ മുഴുവൻ ഇളക്കിയ ആളുകൾ വരെ ഏറ്റവും നല്ല മിടുക്കന്മാരായിട്ട്, മര്യാദരാമന്മാരായിട്ട്, മര്യാദ ഉള്ളവരായിട്ട്, നല്ല സൽസ്വഭാവികളായിട്ട് മാറിയ അനുഭവം ഞാൻ ഭഗവാന്റെ പാദം തൊട്ട് പറയുകയാണ്, ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഇതൊന്നുകൂടെ പറയാൻ കാര്യം. കാരണം ആർക്കെങ്കിലും പ്രയോജനം കിട്ടുന്ന കിട്ടട്ടെ എന്നൊരു ഇതിൽ. കാരണം ഇത് കൃത്യമാണ്. നിങ്ങൾ അവിടെ ബുക്ക് തിരുവേനി ഏൽപ്പിച്ചാലും മതി, ശരിയായിട്ട് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെയ്യണം. ഇതുപോലൊരു പ്രാർത്ഥനയും കൂടെ നടത്തണമെന്ന് പറയണം. സ്വഭാവം നല്ലതാണോ, മദ്യപാനമൊക്കെ മാറി, അല്ലേ കലക സ്വഭാവങ്ങളൊക്കെ മാറി, സ്വഭാവം നല്ലതാണോ, ഒരു പ്രാർത്ഥനയും കൂടെ തിരുമേനിയോട് പറയണം. അവിടെ സമർപ്പിക്കണമെന്ന് പറയണം ഭഗവാന്. അതോടെ ആവശ്യമാണ് കേട്ടോ. അത് തിരുമേനിക്കൊരു ദക്ഷിണയും കൂടെ കൊടുക്കണം. ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് പറ്റുന്ന പോലെ, നിങ്ങൾക്കിപ്പോൾ ഒരു 10 രൂപ നിവൃത്തിയുള്ളെങ്കിൽ 20 രൂപ അല്ലേ അതുപോലെ കൊടുക്കുക. നിങ്ങൾക്കൊരു 50 രൂപ നിവൃത്തിയുള്ള ആളാണെങ്കിൽ 50 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് 100 രൂപ നിവൃത്തിയുള്ള ആളാണെങ്കിൽ 100 രൂപ കൊടുക്കണം. കാരണം അതിൽ കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ആ ഒരു കർമ്മം ചെയ്യുന്ന ആളുടെ മനസ്സ് നിറയുമ്പോൾ നമുക്കതിൻ്റെ ബലം ലഭിക്കും. അവിടെ പിശുക്ക് കാണിക്കരുത്. അതിൽ കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഒരു കാര്യം പറയുമ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അത് അറിയത്തില്ലെങ്കിൽ അതുകൂടെ അറിയണം. അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് ബലം ഉണ്ടാകത്തില്ല. നിങ്ങൾക്കൊരു 50 രൂപ കൊടുക്കാൻ നിവൃത്തിയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുക്കാൻ നിവൃത്തിയുള്ള ഒരാളാണെങ്കിൽ 2 രൂപ, 5 രൂപ, 10 രൂപ കൊടുത്താൽ ആ കർമ്മം കൊണ്ട് വലിയ ബലം കിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ബലം കിട്ടാൻ വേണ്ടി മനസ്സ് നിറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ബലമാകും. തിരുമേനിക്ക് ഒരു 100 രൂപയോ അപ്പോൾ കൊടുക്കുക, സന്തോഷമാകും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളെ ഉള്ള പോലെ കൊടുക്കുക, ഉള്ളവരെ അതുപോലെ കൊടുക്കുക കേട്ടോ. അതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ട് ഫലം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യമായത് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് അങ്ങനെ ചെയ്താണ് ബലം ഉണ്ടായി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്താൽ ബലമാകും. ഇനിയും ഭാര്യ ഭർത്തൃ ഐക്യം ഡൈവോഴ്സിൻ്റെ വക്കി വരെ എത്തി വളരെ കലഹമായവർ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തു. അവർ ഇന്ന് വളരെ രമ്യതയും വളരെ ഒന്നായിട്ട് ഏറ്റവും ഐക്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ചെയ്തു നോക്കുക. പക്ഷെ നിങ്ങളുടെ സമർപ്പണം, വിശ്വാസം, ഭക്തി അതുപോലെ ഇരിക്കും. ഫലം വരുന്നതും വരാത്തതല്ല. ഞാനൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടാണ്. വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അവരത് ഇപ്പോൾ എനിക്ക് ക്രിയാകുണ്ടലിനെ പ്രാണായാമം എൻ്റെ ഗുരുനാഥൻ തന്നു. ഞാനത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ അത് എല്ലാവർക്കും എൻലൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈശ്വരാനുഭവം ഉണ്ടാകണമെന്നില്ല. ഞാനത് ആത്മാർത്ഥത്തോടെ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അനുഭവമാകുന്നത്. ഇതിനകത്ത് ആ വിദ്യ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന അവരെങ്ങനെ ചെയ്യുന്നു, എത്ര ആത്മാർത്ഥത്തോടെ ചെയ്യുന്നു എന്നനുസരിച്ചാണ് പെട്ടെന്ന് ഫലം വരുന്നതും വരാത്തതല്ല. ഇത് ഫലം ഉണ്ടായവരെല്ലാം അവർ ആത്മാർത്ഥത്തോടെ ചെയ്തുകൊണ്ടാണ്, സംശയമില്ലാതെ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേരിൽ ഒരു ജലധാര, ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരും നാളും പറഞ്ഞ ഐക്യമത്യാർച്ചന, ഇത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ സമർപ്പിക്കുക. ഇത് നിങ്ങൾ നേരിട്ട് പോയി ചെയ്യണം. ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് ശിവക്ഷേത്രത്തിൽ ചെയ്യുക. തിങ്കളാഴ്ചകൾ തോറും ആവർത്തിക്കുക. അതോടൊപ്പം കുളി കഴിഞ്ഞ് ഈറനോട് കുളിമുറ എന്നുകൊണ്ട് കിഴക്കോട് തിരിഞ്ഞെന്ന് വസ്ത്രം ഉടുത്ത് തന്നെ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് സന്തോഷത്തോടെ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഐക്യത്തിൽ കഴിയുന്നതായിട്ട് സങ്കല്പിച്ച് തന്നെ ജപിക്കുക. ഒരു 3 തവണ ജപിച്ചിട്ട് പെട്ടെന്ന് തല തോർത്തുക. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ചെയ്തവരെല്ലാം ഏറ്റവും ഐക്യത്തിൽ പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ കൃത്യം വിശ്വാസത്തിൽ ചെയ്തവർക്കൊക്കെ ബലമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ദിവസവും ആവർത്തിക്കണം. ഈ ഈറനോടെയുള്ള പ്രാർത്ഥന, പിന്നെ തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ രാവിലെ പറഞ്ഞ കാര്യം അതും ആവർത്തിക്കണം. അത് വലിയ ബലമുണ്ടാകുന്ന കാര്യമാണ്. ഇനി ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. 2 പേർക്ക് ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അവർക്ക് മറ്റു പല കാര്യങ്ങളാലും ഒന്നിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അത്
ഞാൻ അങ്ങനെ ചെയ്ത് ഇവർക്ക് കൃത്യം റിസൾട്ട് കിട്ടിയ കാര്യമാണ്. ഇനിയും ഡൈവോഴ്സിന് ബാക്കി എത്തി ആരെങ്കിലും ഒരാൾക്ക് യോജിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് യോജിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേർക്കും താല്പര്യമുണ്ട് യോജിച്ച് പോകണമെന്ന്, പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ പറ്റുന്നില്ലെങ്കിൽ ഇത് ചെയ്യുക. കാരണം അല്ലാതെ നമ്മൾ നിർബന്ധിപ്പിച്ച് നേടിയെടുക്കാൻ പറ്റിയതല്ല സ്നേഹം, അതിൻ്റെ അത് വലിയ അർത്ഥമൊന്നും ഉണ്ടില്ല. അപ്പോൾ ഈ രണ്ടുപേർക്കും താല്പര്യമുണ്ട് ഒന്നിച്ചു പോകാൻ, പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. 3 ദിവസം അടുപ്പിച്ച് വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ തുമ്പപ്പൂ പറിച്ച് നിങ്ങൾ കയ്യിൽ പിടിച്ച് വൈകുന്നപാട് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ശിവഭഗവാന്റെ. കൃത്യം നിങ്ങളുടെ ഭക്തിയോടെ ചെയ്തെങ്കിൽ അത് ഭഗവാൻ ആ വിളി കേൾക്കും, നിങ്ങൾക്ക് വേണ്ട കാര്യം ഭഗവാൻ ചെയ്തു തരും. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം. ഇത് ചെയ്തു കഴിഞ്ഞ് പിന്നെ നടക്കുമോ എന്ന് സംശയിച്ചാൽ ഒരു ബലവും കിട്ടത്തില്ല. ചെയ്യുക, മറക്കുക, ഭഗവാനെ പൂർണ്ണമായി വിശ്വസിക്കുക. ഭഗവാനിൽ ഭക്തി ഉള്ളവർക്കൊക്കെ അത് എല്ലാം ശരിയായിട്ടുണ്ട്. തടസ്സങ്ങളൊക്കെ മാറി, ഡൈവേഴ്സിൻ്റെ ഇതൊക്കെ മാറി അവർ ഒന്നിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട പോലെ ചെയ്യുക. ഇതെല്ലാം അനുഭവം ഉണ്ടായ കാര്യം, അല്ലാതുള്ള കാര്യങ്ങളല്ല. എല്ലാം കറക്റ്റ് ജീവിതത്തിൽ, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവത്തിൽ വന്ന് ജീവിതം മാറിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇതുപോലെ ചെയ്താൽ അനുഭവം ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ കാര്യം 1 അല്ല 10 അല്ല 100 അല്ല, ഒരുപാട് അനുഭവങ്ങൾ. ഇനിയും കിട്ടാക്കടം കിട്ടാൻ വേണ്ടി ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് കൃത്യം ഫലമുണ്ടായ ആളുകളുണ്ട്. രാവിലെ കുളിച്ച് ഈറനോടെ തല തോർത്തതിന് തൊട്ട് മുമ്പ് ഈറനോടെ വസ്ത്രം കൊടുത്ത് തന്നെ മലയാളപ്പുഴ അമ്മയെ വിളിച്ചു കരഞ്ഞ് വാഗുകൊണ്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക. മേടിച്ച് തരണമെന്ന് തന്നെ പറയുക. സംശയം വരരുത്. കിട്ടുമോ ഇല്ലേ, ഞാൻ പ്രാർത്ഥിച്ച് ശരിയായോ, ഇങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു മനസ്സിന് തേക്കം വന്നാൽ ബലം കിട്ടത്തില്ല. അല്ലാത്തവർക്ക് അവർക്ക് സ്വർണവും കിട്ടാനുള്ള പണം ഒക്കെ കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ. മലയാളപ്പുഴ അമ്മയെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ശർക്കര തൂണിയരി പായസം നേരുക. കിട്ടിക്കഴിയുമ്പോൾ വന്ന് ചെയ്യാമെന്ന് പറയുക. കിട്ടിക്കഴിഞ്ഞ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ വ്യവസ്ഥ വെക്കാവുള്ളൂ. വാഗോണ്ട് പറയണം, വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കണം. ഈറനോടെ വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ ഈറനോടെ കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന്. ഇത് ഒരുപാട് സമയം എടുക്കരുത്. സെക്കൻഡുകൾക്കുള്ളിൽ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തല തോർത്തണം, ഇട്ട് വലതുകാലം വെച്ചിറങ്ങണം. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിറ്റേ ദിവസം രാവിലെയും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആദ്യത്തെ ഒരു ദിവസം ശർക്കര തൂണിയരി പായസം അമ്മയ്ക്ക് നേരണം. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇതുപോലെ എനിക്ക് കിട്ടാനുണ്ട്, ഇന്ന ആളുടെ നിന്ന് കിട്ടാനുണ്ട്, മേടിച്ച് തന്നേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല. കട്ടായം പറയണം, അയയാൻ പോകരുത്, അയഞ്ഞ് പറയരുത്, മനസ്സിന് തേക്കം വരരുത്. എനിക്ക് മേടിച്ച് തന്നേ പറ്റൂ. ഞാൻ ആദ്യത്തെ ദിവസം ശർക്കര തൂണിയരി പായസം നേരുക, ശർക്കര തൂണിയരി പായസം. രണ്ടാമത്തെ ദിവസം ഈ അമ്മയെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം അവിടെ വന്ന് ചെയ്തേക്കാൻ എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞു. പറഞ്ഞ കാര്യം എന്താ? ശർക്കര തൂണിയരി പായസം. അത് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഓരോ ദിവസവും പിന്നീട് ചെയ്യുക. ഇത് കൃത്യം ചെയ്തവർക്ക്, വിശ്വാസത്തോടെ ചെയ്തവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, കിട്ടാനുള്ള സ്വർണം കിട്ടിയിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ബലമുണ്ടാകും. വിശ്വാസം വേണം അവിടെ. അങ്ങനെ ചെയ്താൽ ബലമുണ്ടാകും. ഇനിയും ഈ മണ്ണാറശാല നിങ്ങൾ നിലവറയുടെ അവിടെ നിന്ന്, മണ്ണാറശാല നാഗരാജാവിന് നിലവറയിലുള്ള ഭയങ്കര ശക്തിയാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന അപ്പുറത്താണ്. അവിടെ നിന്ന് നിങ്ങൾ ശുദ്ധ മനസ്സോടെ, നിങ്ങളുടെ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി, കുട്ടിയുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? സംശയമില്ല ഒന്നിനും. നമുക്ക് അറിവ് കൂടുമ്പോഴാണ് സംശയം വരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സംശയമില്ലാതെ, അറിവ് വേണം, പക്ഷേ അത് സംശയം ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കരുത്. വസ്തുതകൾ മനസ്സിലാക്കാനും വേണ്ട അറിവ് പ്രയോഗിക്കാനുമുള്ള പ്രായോഗിക ബുദ്ധിയോടുകൂടിയുള്ള അറിവാണ് വേണ്ടത്. അപ്പം ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോട് നാഗരാജാവിനോട് നിലവറയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് തൊഴിൽ ഉയർച്ച, സാമ്പത്തിക ഉയർച്ച, അല്ലെങ്കിൽ കിട്ടാക്കടം, എന്താണേലും എനിക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് ഒരു കാര്യം, ഉദ്ദേശിച്ച കാര്യം അത് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞാനൊരു നിലവറ പായസം ചെയ്തേക്കാം എന്ന് പറയുക. എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 രൂപ എടുത്ത്, 1 രൂപ നാണയം എടുത്ത് വലത് കൈ പിടിച്ച് ചുരുട്ടിപ്പിടിച്ച് ഈ കാര്യം കൂടെ പറഞ്ഞ് എനിക്ക് കിട്ടാക്കടമുണ്ട്, അല്ലെ അത് കിട്ടണം, ഇത് ഏതെങ്കിലും ചെയ്താൽ മതി കേട്ടോ. മലയാളപ്പുഴ അമ്മയുടെയോ മണ്ണാറശാല നാഗരാജാവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. 1 രൂപ നാണയം എടുത്ത് ചുരുട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട ഒരു കാര്യം പറയുക, അത് നടത്തി തരണമെന്ന് പറയുക. നടത്തി തരണമെന്ന് പറഞ്ഞ്
ഞാനിവിടെ വിശ്വസിച്ച് 1 രൂപ നാണയം സമർപ്പിക്കുകയാണ്, ഈ സാരി എനിക്ക് നടത്തി തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ നാണയം കണ്ണുകൊണ്ട് നോക്കരുത്. അവിടെ എവിടെയാണെന്ന് വെച്ചാൽ കാണിക്കയുള്ള അവിടെ സമർപ്പിക്കുക. പിന്നെ തിരിഞ്ഞു നോക്കാതെ മിണ്ടാതെ ഉരിയാടാതെ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. അവസാനം ചെയ്യണം. ഇനിയും ഈ നഗരജവന മുന്നിൽ നിന്ന് നിലവറപ്പായസം നേർന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച ഉണ്ടാവും. അങ്ങനെ ഉണ്ടായവരുണ്ട്, ഇവിടെ വന്ന് എന്നോട് പറഞ്ഞവരുണ്ട്, വീഡിയോ ഞാൻ ആ കാര്യം പറഞ്ഞവരുണ്ട്. വലിയ സാമ്പത്തികം, വലിയ ഉയർച്ച ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അപ്പം ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്താലും മനസ്സ് ആ ദേവതയെ ചെല്ലണം, അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനെന്നല്ല, ആര് പറഞ്ഞാലും എന്തു ചെയ്താലും നിങ്ങളുടെ മനസ്സ് ആ ദേവതയെ ചെല്ലണം, അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. നമ്മളൊരു വഴിപാട് ചെയ്യുന്നു, പലരും ഇപ്പം ഇത്ര തവണ ചെയ്യണം. ഞാനെങ്ങനെ തവണയെന്ന് ഇട്ട് കൊടുക്കാറില്ല, ആവർത്തിക്കാനേ പറയാറുള്ളൂ. കാരണം നമ്മളൊരു തവണ ഒരു കണക്ക് പറഞ്ഞാൽ ആ കണക്കിന് അനുസരിക്കാനിരിക്കുന്ന ഒരു ദേവതയല്ല. ദേവതയാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ അനുഗ്രഹിക്കണം. നമ്മൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും. ചിലപ്പം നമ്മുടെ കർമ്മദോഷം അനുസരിച്ച് തീരുന്ന അനുസരിച്ചായിരിക്കും ആ ദേവത അനുഗ്രഹിക്കുന്നത്. അപ്പം നമുക്കൊരു കണക്ക് ഇട്ട് കൊടുക്കാൻ, ദേവതയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ള കഴിവോ അറിവോ നമുക്കില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാനേ പറയത്തുള്ളൂ, സാധിക്കുന്ന പോലെ. അപ്പം നമ്മൾ എന്തിനാണ് വഴിപാട് ആവർത്തിക്കുന്നതെന്നറിയാം. നമ്മൾ ഇപ്പോൾ ഒരു 11 തവണ അല്ലെ 18 തവണ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്തു. ശരിക്കും ഒറ്റ തവണ ചെയ്താൽ മതി. ഈ 11 തവണ ചെയ്യുമ്പോഴായിരിക്കും ഒരു തവണ മനസ്സ് ശരിയായിട്ട് ദേവി ചെല്ലുന്നത്. അതിനാണ് ഈ 11 തവണ ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പം 11 18 ചെയ്യേണ്ടി വരും, ചിലപ്പം കുറച്ചുകൂടെ ആവർത്തിക്കേണ്ടി വരും. അവിടെ കണക്കില്ല. എപ്പോൾ നിങ്ങളുടെ മനസ്സ് ദേവി വരുന്നു അപ്പം ബലം ഉണ്ടാകും. അത് ചിലർക്ക് ചിലപ്പം കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും, ചിലർക്ക് ചിലപ്പോൾ ആദ്യ തവണ ചെയ്യുമ്പോൾ തന്നെ ബലം ഉണ്ടാകും. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള രഹസ്യം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആവർത്തിക്കണമെന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്, സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ആ ദേവതയിൽ മനസ്സ് ആ സമയത്ത് വരണം. നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ വരത്തില്ല. അത് പലതവണ നമ്മൾ പല ദിവസം പോയി ചെയ്യുമ്പോൾ ചില ദിവസം നമ്മുടെ മനസ്സ് നല്ല ക്ലിയർ ആയിരിക്കും. അന്ന് ചിലപ്പോൾ ആ ദേവതയെ മനസ്സ് പൂർണ്ണമായിട്ടും ചെല്ലും. അപ്പോഴാ കാര്യം സാധിക്കുന്നത്. അത് എത്ര തവണയെന്ന് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം വഴിപാട് എങ്ങനെ ചെയ്യണം, കുറച്ചുകൂടി ആവർത്തിച്ചാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ഈ വണ്ടിയുടെ നമ്പറിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. ഇപ്പം 4 അക്ക നമ്പർ വണ്ടിയുടെ, ഈ 4 അക്കവും കൂട്ടുമ്പം 17 കിട്ടിയെന്ന് വിചാരിക്കുക. അതിനെ ഏകസംഖ്യയാക്കുമ്പോൾ 1 + 7 8. അപ്പോൾ 8ൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ശനി സ്വാധീനമുള്ളതാണ്. അതുപോലെ 4 അക്കം കൂട്ടുമ്പോൾ 26 കിട്ടുന്നു. അപ്പോൾ 2 + 6 അതും 8 വരുന്നത്. അപ്പം എന്താണ് 8 എന്ന് പറയുന്ന നമ്പർ ശനിയുടെ സ്വാധീനമുള്ളതാണ്. അത് ഏകസംഖ്യ ആക്കുമ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ ഈ അപ്രതീക്ഷിതമായ ചില ഒരു പ്രതിസന്ധികളിൽ പെടുക, ഇതിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നതിന് അർത്ഥമില്ല, ചിലർക്കെങ്കിലും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും കൂട്ടുമ്പോൾ 29 കിട്ടുക. 29 കിട്ടിക്കഴിയുമ്പോൾ അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 2 + 9 എത്ര വന്നു? 11. അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 1 + 1 2 വന്നു. ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ ഇങ്ങനെ 29 വരിക. അത് 2, അത് ടോട്ടൽ ഏകസംഖ്യ ആക്കുമ്പോൾ 2 വരുന്നത്. അതുപോലെ 11 വരിക. ഇങ്ങനെയുള്ള വണ്ടികൾ പലപ്പോഴും വഴക്കെ, കലഹം, ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് ചാടാറുള്ള വണ്ടി ഓടിക്കുന്നവർ വളരെ മനസ്സിലായി. പിന്നെ കൂട്ടിയാൽ 4 കിട്ടുന്നവർ, അതായത് 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ ഇപ്പോൾ 22 കിട്ടുന്നു. അതിനെ 2 + 2 എത്ര വന്നു? ഏകസംഖ്യ ആക്കുമ്പോൾ 4. അപ്പോൾ ഇതും ഒക്കെ വളരെ ഒരു ആപത്തുകളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ 4 അക്ക നമ്പറിൽ അവസാനത്തെ 2 അക്കം 33 ആകുക. അവസാനത്തെ 2 അക്കം, അങ്ങനെ ഒരു രീതിയുണ്ട്. അവസാനത്തെ 2 അക്കം 33 ആകുക. ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു ആപത്തുകളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്, വ്യക്തമായിട്ട് പറയുന്നത്. ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും സാധ്യത മാത്രം, നിർബന്ധമില്ല. അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. 2 കാര്യം പറഞ്ഞുതരാം. 1, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയ രാമ 3 തവണ ജപിക്കുക. ഓം നമോ നാരായണായ 3 തവണ ജപിക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇത് ചെയ്യുക. നിങ്ങളുടെ പക്കനാളിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാൽപ്പായസം, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലാർച്ചന, ജലധാര ചെയ്യുക. ഇത് ആവർത്തിക്കുക, ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എന്തിനാണ് ഞാനിത് പറഞ്ഞെന്നറിയോ? ഇതെല്ലാവർക്കും ഇങ്ങനെ വരുമെന്നോ അല്ലെ എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും ചില പ്രതിസന്ധികൾ ആവർത്തിക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ ഒരു ദോഷങ്ങൾ പോലും ഉണ്ടാകാതിരിക്കാനാണ് പറയുന്നത്. ഇത് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഒരു വണ്ടി ഇപ്പോൾ ഒരാൾ പോകുന്നു, അയാളുടെ ജോലി ചെയ്ത ഒരു കുടുംബം അയാളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ആപത്ത് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ, ഇപ്പോൾ ഈ 7:30 ശനി സമയം
ഏഴര ശനി സമയത്തൊക്കെ ഒരു അപകടം പറ്റിയാൽ, ഒരു ക്ഷതമേറ്റാൽ ചിലപ്പം അയാൾക്ക് വർഷങ്ങളോളം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും, ഒരു കോൺസിക്വൻസ് ഉണ്ടാകും. ചിലപ്പം നട്ടലിന് ക്ഷതമേറ്റാൽ ചിലപ്പം കടപ്പായി പോവും. അത് ഏഴര ശനി സമയത്ത് ചില അപകടങ്ങളുണ്ടായാൽ അത് ചിലപ്പം അതിൻ്റെ ഒരു പരിണിത ഫലം വർഷങ്ങളിലേക്ക് നീളുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെ കണ്ടകശനി, ഏഴര ശനി, അല്ലെ ദശാസന്ധി സമയങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കുടുംബത്തെയാണ് ബാധിക്കുന്നത്. ഒരു കുടുംബം ഒരാളെ കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ അത് ആരും ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഒരു കുടുംബത്തിനും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നൊരു നല്ല പ്രാർത്ഥനയിലാണ് ഞാനീ പറഞ്ഞത്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന യാതൊരു അർത്ഥവുമില്ല, ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. ചിലർക്കെങ്കിലും അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. പിന്നെ ഈ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. ഇതൊരു പൊതു ഫലമായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ ഇത് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല, വ്യക്തമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്, നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിന് പറയുന്നതാണ്. അപ്പോൾ എല്ലാം ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.